ഹലോ ഗീസേ, രേണുസുതി എപ്പോഴും ഒരു ചർച്ച വിഷയമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് രേണുസുതിയുടെ വലിയ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഗീസ്. ഇപ്പോൾ രേണുസുതി ഗൾഫിൽ പോയിട്ട് ബാർ ഡാൻസ് ചെയ്തു, രേണുസുതി ഒരുപാട് കാശുണ്ടാക്കി, അവൾ കള്ള് കുടിച്ച് നടക്കണു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വായ തോന്നിയതൊക്കെ പറയുന്നുണ്ട് ഗീസ്. ഗൾഫിൽ പോയിട്ടുണ്ട്, ബാർ ഡാൻസ് സംഭവമൊക്കെ ഉണ്ടായിരുന്നു, സംഗതിയൊക്കെ ശരിയാണ്. ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് അവൾ അവിടെ പോയതാണ്. അത് അവളുടെ ഇഷ്ടമാണ്. അവൾ അതിനുള്ള കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതുമായി കൂട്ടി വായിക്കേണ്ട വേറൊരു സംഭവം ശാന്തിവിള ദിനേശൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അയാൾ പൊതുവേ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരും അല്ലേ, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, ഈ കുളിച്ച് നടന്നു, മറ്റേത് അവിടെ നിന്ന് അവളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ പറയുന്നൊരു ചങ്ങായി. അപ്പോൾ ആൾ പറയുന്നൊരു കാര്യം, ആൾ എന്തായാലും ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറയും, അത് സത്യമാണെന്ന് പറയണമെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സെലിബ്രിറ്റികളെ കുറിച്ച് മൂപ്പര് പറഞ്ഞ സ്ഥലം, ഒരു മലയാളി സെലിബ്രിറ്റി ഗൾഫിൽ പോയിട്ട് ഉടുതുണി ഉരിയുന്നു, അവരങ്ങനെ ഒരുപാട് കാശുണ്ടാക്കണു, വില കൂടിയ സ്കോച്ച് ഒക്കെ നുണഞ്ഞിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. എന്താ പറയുക, മലയാളികൾക്ക് തന്നെ ചീത്തപ്പേര്, അപമാനമാണ് അങ്ങനെയുള്ള ആ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം. അപ്പോൾ പലരും അതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ട്, ഇത് രേണുസുതിയല്ലേ, അല്ലെങ്കിൽ ഇത് മറ്റേ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, സോഷ്യൽ മീഡിയ ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ അല്ലേ, ഇത് രേണുസുതി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്കറിയില്ല ഇത് എന്ത് സംഭവം. ഒന്നാമത്തെ ഇതിങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് തന്നെ അറിയില്ല. പിന്നെ വേറൊരു കാര്യം, മൂപ്പര് ഇന്ന ആളെ കുറിച്ചിട്ട് തന്നെയാണോ എന്ന് തന്നെ നമുക്കറിയില്ല. അപ്പോൾ പലരും ഇത് രേണുസുതിയായിട്ടാണ് പലരും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് രേണുസുതിയാണ് എന്ന് പറയുന്നവരുടെ പറയാനുള്ളൊരു കാര്യമാണ് കേസ്. ഇനിയിപ്പോൾ രേണുസുതി ഞാൻ ഒരു കാര്യം പറ്റും, രേണുസുതി ഗൾഫിൽ പോയി, ഇപ്പോൾ എല്ലാവരെ കുറിച്ച് ആളുകൾ ഇങ്ങനെ റൂമർ ഗോസിപ്പുകളൊക്കെ പറയും കേസ്. ഇപ്പോൾ രേണുസുതി ഗൾഫിൽ പോയിട്ട് നിയമം പെർമിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുകയാണ് വിചാരിക്കുക കേസ്, അതിപ്പോൾ എന്തപ്പോൾ ഇവിടെ പ്രശ്നമുള്ളത്? പിന്നെ രേണുസുതി അവിടെ പോയിട്ട് ഈ പറയുന്ന പോലെ അവർക്ക് ജീവിക്കാനുള്ള രീതിയിൽ ജീവിതമല്ല കേസ്, നമ്മൾ വിചാരിക്കണ പോലെ നമ്മുടെ കയ്യിൽ നിൽക്കണം എന്നൊന്നുമില്ല ഈ സംഗതികൾ. അപ്പോൾ രേണുസുതി അവിടെ പോയിട്ട് ഈ പറയുന്ന പോലെ അപ്പോൾ അവർ ഒരു ബാറിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, ബാറിൻ്റെ അല്ലേ, ആ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവരവിടെ പോയി എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരാളുടെ കൂടെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അവർ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തോന്ന് എന്തെങ്കിലും ആണെങ്കിൽ അതിപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ എന്താ പ്രശ്നമുള്ളത്? ഇപ്പോൾ ആളുകൾക്ക് ചെയ്തതും ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണെങ്കിൽ. അപ്പോൾ രേണുസുതിയെ ചെയ്തതും ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ആളുകൾ പറയുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ശാന്തിവിള ദിനേശ് ഇതിപ്പോൾ ഇങ്ങനെ പറയണം, അവരത് അങ്ങനെ ചെയ്യണം, അതുകൊണ്ട് മലയാളികൾക്ക് അപമാനം. മലയാളികൾക്ക് എന്താ അപമാനം എന്നാണ് പറയണത്? ഇതെന്താ സദാചാരം? ഇവിടെ ആളുകൾ തമ്മിൽ റിലേഷൻഷിപ്പുകൾ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് അവിടെ പോയിട്ട് ഉടുതുണി ഉരിയുന്നു, മറ്റാൾക്കാരുടെ കൂടെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു, ബെഡ്റൂം ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇവർ കണ്ടോ, ഡയറക്റ്റ് കണ്ടോ? അത് ഈ കണ്ട ആളുകളാണോ ഇതിങ്ങനെ പറയുന്നത്? അപ്പോൾ പോയ ആളുകളാണ് പിന്നെ അതിന് ശേഷം ഇങ്ങനെ പറയുന്നത് ഇല്ലേ? അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും കേസ്? എന്തായാലും ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഇത് ശാന്തിവിള ദിനേശ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആളുടെ പേരിപ്പോൾ പറയുന്നില്ല, അത് ഞാൻ വഴിയെ പറയാം എന്നുള്ള രീതിയിലൊക്കെയാണ് മൂപ്പര് കൊണ്ടെത്തിക്കുന്നത്. എന്താ വഴിയെ പറയാമെന്ന്? സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനുള്ള പരിപാടിയാണ്, യൂട്യൂബ് ചാനൽ വ്യൂസ് കിട്ടാനുള്ള പരിപാടിയാണ് വീഡിയോ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ കേസ്, അത് രേണുസുതിയാണ് അത് ചെയ്യുന്നത്, രേണുസുതി ആ വഴി ഒരുപാട് കാശ് അവൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് സ്ലട്ട് ഷെയ്മിങ് ആണ് ഒരു തരത്തിൽ പറഞ്ഞത്. സ്ലട്ട് ഷെയ്മിങ് ആണ് കേസ്, മഹാമോശമാണ്. ഞാൻ രേണുസുതിയുടെ ഭാഗത്താണ് ഈ ഒരു കാര്യത്തിൽ. രേണുസുതി അല്ല, പൊതുവേ ഇതിപ്പോൾ രേണുസുതിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരും അവരുടേതായ കുറേ സ്ട്രഗിൾസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കണമെന്നല്ല, നമ്മൾ ചില സമയത്ത് കേട്ട് ചത്താലോ എന്നൊരു വിചാരിക്കും, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ. ഇപ്പോൾ രേണുസുതിയെ സഹിച്ച് അവർ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, ദൈവം സഹിച്ച് ഇപ്പോൾ അവരുടെ ലൈഫ് ഇങ്ങനെ സെറ്റായി മാറി. അത് സോഷ്യൽ മീഡിയ വഴി ഉണ്ടായതാണ്. അപ്പോൾ അതിൽ അവർക്ക് അവരുടേതായ കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അവർക്ക് ഇങ്ങനെ കുറച്ച് കാശ് അവർക്ക് കിട്ടുകയാണ് വിചാരിക്കുക, അതിപ്പോൾ ആളുകൾക്ക് എന്താ ഇപ്പോൾ ഇത് ഇത്ര വലിയതായിട്ട് പറയാനുള്ളത്? മോശമായ രീതിയിൽ എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഉദ്ദേശിച്ച സംഭവം അവർക്ക് ഇങ്ങനെ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക, കാശ് ഉണ്ടാക്കാൻ പറ്റുകയാണ്, അതിപ്പോൾ എന്താ ഇപ്പോൾ പ്രശ്നം എന്താണെന്നാണ് മനസ്സിലാവാത്തത്. പിന്നെ ആളുകൾ പല തരത്തിലുള്ള ഗോസിപ്പ് ഉണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമായിരിക്കും ഇതുമായിരിക്കും. അല്ലാണ്ട് ശാന്തിവിള ദിനേശ് ഒരു കാര്യം പറഞ്ഞു, ശാന്തിവിള ദിനേശാണ് കോടതി, ശാന്തിവിള ദിനേശ് സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ, ശാന്തിവിള ദിനേശ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ശാന്തിവിള ദിനേശ് ഇങ്ങനെ ഇപ്പോൾ ആളുകളാണ് ഈ സമൂഹത്തിൽ മൊത്തമുള്ളത് എന്നൊന്നും പറയാൻ പറ്റില്ല കേസ്, ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ്. ഇവിടെ റിലേഷൻഷിപ്പുകൾ തന്നെ പലരും പല രീതിയിലുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്, FWB അല്ലേ, ഇങ്ങനെ സാധനം കിട്ടുന്നത് നിങ്ങൾ. റിലേഷൻഷിപ്പുകൾ പല രീതിയിലുണ്ട്, പോളിഗാമസ്, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുള്ള ആളുകളുണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സുള്ള ആളുകളുണ്ട്, സിംഗിൾ പാർട്ട്നേഴ്സായിട്ടുള്ള ആളുകളുണ്ട്, ചില ആളുകളും അങ്ങോട്ട് പാർട്ട്നേഴ്സിനെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്, സ്വാപ്പിങ്. ഞാൻ അതിനൊന്നും ന്യായീകരിക്കല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ട് പറയും, നമ്മൾ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഞാനത് രേണുസുദിനെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ആ സെലിബ്രിറ്റി എന്ന് പറയുന്നത് രേണുസുദിയാണെന്ന് പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അത് കണ്ടിട്ട് പറഞ്ഞാണ്. ഞാൻ രേണുസുദിയുടെ ഭാഗത്താണ് ഈ ഒരു കാര്യത്തിൽ.
മാന്യമായ രീതിയിൽ അവർക്ക് ഓക്കെ തോന്നുന്ന ഒരു കാര്യം ചെയ്യണം. അവർ ജീവിക്കട്ടെ എന്ന്, പാവങ്ങൾ ജീവിക്കട്ടെ. അതേപോലെ തന്നെ വേറെ ചിലർ പറയുന്നത് ഇത് വേറെ സെലിബ്രിറ്റീനെ കുറിച്ചാണ് മറ്റേ വേറെ ആൾക്കാർ പേരുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കണ്ണിൽ തോന്നിയ പേരുകളൊക്കെ ഇങ്ങനെ പറയാം. അതിപ്പോൾ എന്താ കാര്യം അല്ലേ, ഇങ്ങനെ പറയും. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് അത് രേണുസുതിയാണെന്ന് വിശ്വസിക്കാനാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അത് ഏത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയാലും ശരി, ഏത് സെലിബ്രിറ്റി ആയാലും ശരി, നിങ്ങളുടെ കുൽസിതങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ശാന്തിവിള ദിനേശ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇക്ക് പറയുള്ളൂ, ശാന്തിവിള ദിനേശ് പിന്നെ എല്ലാം തികഞ്ഞ ആളാണ്. ഒരാൾക്ക് എന്തെങ്കിലും അഥവാ അങ്ങനെ ഒരു സെലിബ്രിറ്റി അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. വെറുതെ ഒരാൾ ടൈം പാസിന് വേണ്ടി ഇത് അങ്ങോട്ട് ചെയ്യുമോ? ഇല്ല, അവർക്ക് അവരുടേതായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ എത്ര ആളുകൾ കൊച്ചി ഭാഗത്ത് നമുക്കറിയുന്നതാണ് രാത്രി സമയത്തൊക്കെ ഉണ്ട്. എത്ര ആളുകൾ രാത്രി സമയത്തുണ്ട്. കൊച്ചിയിലല്ല, എല്ലാ ജില്ലയിലും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാം. അവരൊക്കെ മനഃപൂർവ്വം സ്വയം ഇഷ്ടപ്രകാരം ഇങ്ങനെ ചെയ്യുന്ന ആളുകളായിരിക്കുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന് രേണുസുധീനെ എങ്ങനെയെങ്കിലും ലൈൻ വലിയത്തിൽ എത്തിക്കാൻ വേണ്ടി രേണുസുധീക്കിട്ട് 4 കൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ടീംസ് ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ശാന്തിവിള ദിനേശൻ്റെ ഈ ഒരു സാധനത്തിന് ആ ഒരു രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് തോന്നുന്നു. കേസ് രേണുസുധി തന്നെയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും രേണുസുധി ഉണ്ടാക്കിയുള്ള ഒരു ഓളം ചെറുതല്ല. അപ്പോൾ രേണുസുധീനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഓരോ ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. എന്താ ചെയ്യാലേ? എന്തായാലും അടിപൊളി ഒരു റോൾ മോഡലാണ് രേണുസുധി എന്നങ്ങനെ പറയാം. പിന്നെ ഏത് സെലിബ്രിറ്റി ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്തു, അത് തെറ്റോ ശരിയോ എന്നൊക്കെ വാദിക്കാൻ ഇത് മലയാളികൾക്ക് അപമാനമാണ് പറയുമ്പോൾ, മലയാളികൾ പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളാണ്. അവരുടെ ടോട്ടലായിട്ടുള്ളത് കരാറെടുത്തുള്ള ഒരാളാണ്. മനസാക്ഷി സ്വത്വത്തെ, മലയാളി സ്വത്വബോധത്തെ കരാറെടുത്ത ആളാണ്. അവരുടെ സ്പോക്സ് പേഴ്സൺ ആണോ ശാന്തിവിള ദിനേശ്? അത് ശരി, അന്നേരം എന്തായാലും ദിനേശനായിക്കോട്ടെ ആരായിക്കോട്ടെ, ഇത് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ളവർ മോശക്കാരാണെന്ന് പറയുമ്പോൾ സ്വയം അടിപൊളിയാണോ എന്നും കൂടി ചിന്തിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ആരപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളത്? എന്തായാലും ഗൾഫിൽ പോയി ഇനോഗ്രേഷന് പോയി അവിടെ പാട്ട് പാടി ഡാൻസ് കളിച്ചു. ഇനിയിപ്പോൾ 2 പെഗ് അടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് രേണുസുധീനെ അതിലൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് അവിടെ സ്പോൺസർ ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർക്ക് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് തന്നെ വിചാരിക്കുക. അതൊന്നും ഒരു വിഷയമല്ല കേസ്. പിന്നെ തുണി ഉരിഞ്ഞു, അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്താ വീഡിയോ കിട്ടി എന്നൊക്കെ പറയണത്. വീഡിയോ കിട്ടി പറയാം, എന്താ ചെയ്യുക? ഇന്ന് തള്ളുകയാണ്. ഇങ്ങനെ പറയാമല്ലോ, എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റൂല എന്ന്. പിന്നെ എങ്ങനെ നമ്മളത് വിശ്വസിക്കുക? ഇതൊരു കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ പുറത്ത് കാണിക്കാതെ ഇത് വീഡിയോ എടുത്തിട്ടൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ആൾക്കാരുണ്ട് ഇല്ലേ? വീഡിയോ ഒക്കെ എടുത്തിട്ടാണ്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഇപ്പോഴും ക്ലിയറായിട്ട് അറിയില്ല. പക്ഷെ ആൾക്കാർ പറയുന്നത് രേണുസുധിയാണെന്നാണ്. എന്തായാലും രേണുസുധി ഇതിലൊന്നും തളരാണ്ട് മുന്നോട്ട് പോട്ടെ എന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത്.